പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ന്യായീകരണവുമായി ഡീൻ എം കെ നാരായണൻ തന്റെ ഭാഗത്ത് വീഴ്ചയില്ല, താൻ കൃത്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചുവെന്നും നാരായണൻ പറഞ്ഞു. അതേസമയം ഡീൻ തന്നെ അറിയിച്ചിട്ടില്ലെന്ന് മുൻ വി സി ശശീന്ദ്രനാഥ് പ്രതികരിച്ചു. സർവകലാശാലയിൽ റാഗിംഗ് നടന്നത് അധ്യാപകർ മറച്ചുവെച്ചെന്നും മുൻ വി സി വ്യക്തമാക്കി. സിദ്ധാർത്ഥന് മർദ്ദനമേറ്റ കാര്യം വിദ്യാർത്ഥികൾ തന്നെ അറിയിച്ചിരുന്നില്ലെന്നും രക്ഷിതാക്കളെയും വി സിയെയും മരണത്തെക്കുറിച്ച് അറിയിക്കാൻ മറ്റൊരാളെ ഏർപ്പാടാക്കിയെന്നുമാണ് ഡീൻ നാരായണന്റെ ന്യായീകരണം. അടി ഉണ്ടായെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇങ്ങനൊരു അടി ഉണ്ടായെന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ആന്റി റാഗിംഗ് സെല്ലിന്റെ അന്വേഷണത്തിന് ശേഷമാണ്. അല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ 18-ാം തീയതി മുതൽ പോലീസ് കസ്റ്റഡിയിലാണ് ഹോസ്റ്റല്. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് 18 മുതൽ ഇതുവരെയുള്ള ഡേറ്റ് വൈസ് പറയാൻ തയ്യാറാണ്. എനിക്ക് ഒരു വീഴ്ചയും വന്നിട്ടില്ല. അതിനൊപ്പം തന്നെ അവർക്ക് വേണ്ട സഹായവും ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് വീട്ടിൽ അറിയിച്ചില്ല എന്ന് പറയുന്നത്? വീട്ടിലാണ് ഞാൻ അറിയിച്ചത്. വീട്ടിൽ അമ്മാവനെയാണ് അറിയിച്ചത്. അത് അറിയിച്ചത് ഡീനല്ല എന്ന് പറയുമ്പോൾ ഡീൻ അവിടെ ഇരുന്നിട്ട് ആ സർജനോട് സംസാരിക്കുകയാണ്. 10 മിനിറ്റിനുള്ളിൽ മരണവിവരം വീട്ടിൽ അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അഡ്വൈസറെ കണ്ടുപിടിച്ച് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ബാക്കി കാര്യം അഡ്വൈസർ. ഇത് ഡീൻ ചെയ്യേണ്ടതല്ല. ഡീൻ ഓരോ 5 കുട്ടികൾക്കും ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പാരന്റ് ലൈക്ക് ഗാർഡിയനാണ്. അഡ്വൈസർ പിന്നെ അവരുടെ ഡീറ്റെയിൽസ് കയ്യിൽ വെച്ചിട്ടുള്ള ആളാണ്. അവരെ അറിയിക്കും. എല്ലാ നടപടികളും താൻ കൃത്യമായി ചെയ്തുവെന്ന ന്യായീകരണമാണ് ഡീനിന്റേത്. എന്നാൽ ഡീൻ തന്നെ ഒന്നും അറിയിച്ചിട്ടില്ലെന്നാണ് സർവകലാശാല വി സി ആയിരുന്ന ശശീന്ദ്രനാഥ് വ്യക്തമാക്കിയത്. 19-20 തീയതികളിലായി സർവകലാശാലയിൽ നടന്ന അഭിമുഖത്തിനായാണ് താൻ പൂക്കോട് പോയതെന്നും 18-ന് വൈകുന്നേരത്തോടെയാണ് എത്തിയതെന്നും വി സി പറഞ്ഞു. അപ്പോഴേക്കും സിദ്ധാർത്ഥന്റെ മൃതദേഹം അവിടെ നിന്നും കൊണ്ടുപോയിരുന്നു. റാഗിംഗ് നടന്ന കാര്യം അവിടെയുള്ള അധ്യാപകർ മറച്ചുവെച്ചു. പിറ്റേന്ന് സിദ്ധാർത്ഥന്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോഴാണ് അഭിമുഖം നിർത്തിവെച്ചത്. റാഗിംഗ് നടന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ താൻ ഇടപെടുമായിരുന്നുവെന്നും ശശീന്ദ്രനാഥ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് സംഭവത്തിൽ സർവകലാശാല വി സി ആയിരുന്ന ശശീന്ദ്രനാഥിനെ ഗവർണർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ SFIയുടെ പങ്ക് വ്യക്തമാണെന്നും ശശീന്ദ്രനാഥ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജനം, തൃശൂർ.